Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടി. രാജ്യത്ത് ഇന്ധനവില കൂട്ടി. രണ്ടാഴ്ചയ്ക്കിടെ കൂടിയത് 8 രൂപ. അതേസമയം സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. സാധാരണക്കാർക്ക് ഇരുട്ടടിയായി രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. രണ്ടാഴ്ചയ്ക്കിടെ 4 തവണയായി 8 രൂപയാണ് കൂട്ടിയത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. മെയ് 19-ന് 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇന്ന് പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂട്ടി. അതേസമയം സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താലൂക്ക് ഓഫീസ് ക്യാബിൻ നിർമ്മിക്കാൻ 48 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും അംഗീകാരം ലഭിച്ചില്ല. റവന്യൂ ടവറിലേക്ക് പ്രവർത്തനം മാറ്റാനാകാതെ പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ. ഇതാണ് റവന്യൂ ടവർ. താഴത്തെ നിലയിൽ വില്ലേജ് ഓഫീസും മുകളിലെ നിലയിൽ താലൂക്ക് ഓഫീസും പ്രവർത്തിപ്പിക്കാനാണ് ഇങ്ങനെയൊരു കെട്ടിടം ഇവിടെ പണിതിരിക്കുന്നത്. വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ താലൂക്ക് ഓഫീസ് ഇതുവരെയും ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കെട്ടിടത്തിൽ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള ക്യാബിൻ ഒരുക്കാനുള്ള പണമില്ലാത്തതിനാൽ താലൂക്ക് ഓഫീസ് പ്രവർത്തനം റവന്യൂ ടവറിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തെക്കേ ബസാറിലെ വില്ലേജ് ഓഫീസ് പറമ്പിൽ നിർമ്മാണം പൂർത്തിയായ താലൂക്ക് ടവർ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. താഴത്തെ നിലയിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസും ബാക്കി നിലകളിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാനുമായിരുന്നു തീരുമാനം. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് വില്ലേജ് ഓഫീസ് വന്നു. മുകളിലത്തെ നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് സമ്പ്രദായം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടം നിർമ്മിക്കുമ്പോൾ താലൂക്ക് ഓഫീസ് നിലവിൽ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സൗകര്യമൊന്നും പുതിയ കെട്ടിടത്തിലില്ല. ഈയൊരു സാഹചര്യത്തിൽ നിലവിൽ ജീവനക്കാർ ഉപയോഗിക്കുന്ന ഫർണിച്ചർ റവന്യൂ ടവർ കെട്ടിടത്തിലേക്ക് വയ്ക്കാനായില്ല. അതുകൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ക്യാബിനുകൾ സജ്ജമാക്കണമെന്നാണ് റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് 48 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് അംഗീകാരം നൽകിയില്ല. ഈ 2023 പണി കഴിഞ്ഞ ഈ റവന്യൂ ടവർ ഇത്രയും നാളായിട്ട് ഓൾമോസ്റ്റ് ഒരു 3 വർഷമായിട്ടും ഇവിടെ വില്ലേജ് ഓഫീസ് മാത്രമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും റവന്യൂ ഓഫീസുകൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്രയും വർഷമായിട്ടും ഇവിടെ റവന്യൂ ഓഫീസുകളൊന്നും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു കേട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫർണിച്ചേഴ്സിനുള്ള ഫണ്ട് വെൽ ഫർണിഷ്ഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് റവന്യൂ ഓഫീസ് ഇവിടെ വരാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതും കൂടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ റവന്യൂ ഓഫീസുകളും ഇങ്ങോട്ടേക്ക് മാറുകയും വാടക കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സർക്കാർ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറാൻ പറ്റുകയും അതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ റവന്യൂ സേവിങ്സ് ആയിട്ടുള്ളൊരു മാർഗമായിരിക്കും എന്ന് വിചാരിക്കുന്നു. മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് താലൂക്ക് ഓഫീസ് റവന്യൂ ടവറിലേക്ക് മാറ്റിയാൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നിരവധി സർക്കാർ ഓഫീസുകളെ മാറ്റാൻ കഴിയും. ഇപ്പോൾ താലൂക്ക് തല ഓഫീസുകളെല്ലാം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ജീവനക്കാർക്കിരിക്കാനുള്ള ക്യാബിനുകൾ റെഡിയായില്ല, അതുപോലെ ഫർണിഷ്ഡ് ആയിട്ടില്ല എന്നിങ്ങനെയുള്ള ചെറിയ വാദങ്ങൾ ഉന്നയിച്ചാണ് താലൂക്ക് ഓഫീസ് ഇങ്ങോട്ട് മാറാത്തത്.
എന്തായാലും പരിമിതികൾ മാറ്റി എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. മുത്തുകളെ ജീവനുള്ള രൂപങ്ങളാക്കി മാറ്റുന്ന അതുല്യ കരവിരുതുമായി പയ്യന്നൂരിലെ 78 വയസ്സുകാരി പ്രേമകുമാരി അമ്മ. ചെറിയ മുത്തുകൾ ചേർത്ത് പിറക്കുന്ന ഓരോ കലാസൃഷ്ടിയും ക്ഷമയുടെയും സൃഷ്ടിപരതയുടെയും മനോഹര ഉദാഹരണങ്ങളായി മാറുകയാണ്. ചെറിയ മുത്തുകളെ ജീവനുള്ള രൂപങ്ങളാക്കി മാറ്റുകയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത പ്രേമകുമാരി അമ്മ. ഇത് ക്ഷമയുടെയും സൃഷ്ടിപരതയുടെയും ഉദാഹരണമായി മാറുകയാണ്. പയ്യന്നൂരിലെ പ്രേമകുമാരി അമ്മയ്ക്ക് മുത്തുകൾ വെറും അലങ്കാര വസ്തുക്കളല്ല, അതൊരു ജീവിതകല തന്നെയാണ്. ചെറിയ മുത്തുകൾ ഓരോന്നായി കോർത്തിണക്കി മനോഹരമായ രൂപങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധ നേടുകയാണ് ഈ അമ്മ. ദൈവിക രൂപങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, കളിപ്പാവകൾ, പൂക്കൾ, സംഗീതോപകരണങ്ങൾ തുടങ്ങി നാം നിത്യജീവിതത്തിൽ കാണുന്ന വൈവിധ്യമാർന്ന രൂപങ്ങളാണ് പ്രേമകുമാരി അമ്മയുടെ കൈകളിൽ ജീവൻ പ്രാപിക്കുന്നത്. സാധാരണ ഹോബിയായി തുടങ്ങിയ ഈ കല ഇന്ന് ഈ വീടിനെ തന്നെ ഒരു ചെറിയ കലാ ഗ്യാലറിയായി മാറ്റിയിരിക്കുകയാണ്. മണിക്കൂറുകളുടെ ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമായ ഈ പ്രവർത്തനത്തിൽ അമ്മയ്ക്ക് ഏറ്റവും വലിയ പിന്തുണയായി ഒപ്പമുണ്ട് മകൾ വിദ്യ. പുതിയ രൂപങ്ങൾ കണ്ടെത്തുന്നതിലും മുത്തുകൾ ക്രമപ്പെടുത്തുന്നതിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും വിദ്യ സദാ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കിടയിലും ഈ അമ്മ തന്റെ ഓരോ സൃഷ്ടിയിലും നിറങ്ങളുടെ ഭംഗിക്കപ്പുറം ഒരു ആത്മസന്തോഷവും കാണുന്നു. പ്രായത്തെ വെല്ലുവിളിച്ച് സൃഷ്ടിപരമായ ലോകത്ത് സജീവമായി തുടരുന്ന പ്രേമകുമാരി അമ്മ പലർക്കും പ്രചോദനമാണ്. അപ്പോൾ ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെ മുമ്പേ പഠിച്ചതാണോ? എങ്ങനെയാണ് ഇത്രയും ക്ഷമയോടെ ഇത് ചെയ്യുന്നത്? ഞാൻ വന്നിട്ട് സാമ്പിൾ എന്തെങ്കിലും കിട്ടിയാൽ അത് ഞാനായിട്ട് രൂപപ്പെടുത്തി എടുക്കും. അതിനോട് തന്നെ പഠിച്ചതാണ്. ഒരു 40 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ തുടങ്ങിയത്. ഞങ്ങളുടെ റിലേറ്റീവിൽ ഒരാൾ ഇങ്ങനെ ഉണ്ടാക്കി കണ്ടത്, അത് കണ്ടിട്ട് അപ്പോൾ ഞാനങ്ങനെ തന്നെ പഠിച്ചതാണ്. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ആനിമൽസൊക്കെ ഇടുമ്പോൾ അതങ്ങനെ ആദ്യം വെറും ലൈനായിട്ട് ഇട്ടു, പിന്നെ അതിന് മടക്കാൻ പഠിച്ചു, പിന്നെ അടുത്ത ലൈന് തുടങ്ങി. അങ്ങനെ ഓരോന്നായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിൽ സ്റ്റഫ് ചെയ്ത് ആനിമൽസ്, പട്ടിയോ കുതിര അങ്ങനെ എല്ലാം ഞാനേ ചെയ്തിട്ടാണ്. ഇപ്പോൾ സാമ്പിൾ കിട്ടിയാലേ, പക്ഷേ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഉണ്ടാക്കാനുള്ള അത്ര കഴിവൊന്നുമില്ല. പക്ഷേ എന്ത് സാമ്പിൾ കിട്ടിയാലും നോക്കി ഇടുമായിരുന്നു. നമുക്കിപ്പോൾ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്നാൽ കൂടിയും ഇത്രയും ക്ഷമയോടെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ്? ഭയങ്കര ക്ഷമയുണ്ട്, ഇതിന് മാത്രം നല്ല ക്ഷമയുണ്ട്. അതിനിടയ്ക്ക് പിന്നെ പുസ്തകം വായിക്കും, നാമം ചൊല്ലണം, അതൊക്കെ ഇപ്പോൾ ഇരുന്നിട്ടാണ് മുക്കാലും. അപ്പോൾ ഇരുന്നിട്ട് എന്ത് പണിയും ചെയ്യാനും പറ്റുന്നത് ഇതൊക്കെ തന്നെ. പിന്നെ ഞങ്ങളുടെ ഇതിൽ ശ്രീരാം ജയം എഴുതുന്നത് ഒരു ഇതാണ്, ദിവസം ഒരു 108 എഴുതണമെന്നുണ്ട്, അത് എഴുതും. പിന്നെ ലൈബ്രറി ബുക്ക് അങ്ങനെ വായിക്കും. പിന്നെ കുറച്ച് ജോലി മുമ്പ് ഇതായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടിയിരുന്നു. അത് ഒരു 1.5 മാസം 2 മാസം സ്റ്റെനോവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷോർട്ട് ഹാൻഡിൽ ഒരു സംഭവമാണ്. അപ്പോൾ മോള് പിന്നെ അതിന് ഓൺലൈനിൽ വാങ്ങിച്ചു തന്നു. ഇപ്പോൾ എഴുതുന്നില്ല, എന്നാലും ആ ബുക്ക് വെച്ചിട്ടുണ്ട്. അതും എഴുതണം, ടൈമില്ല. പക്ഷേ 24 hours എനിക്ക് പോരാ. ഇത്രയും ചെറിയ മൈന്യൂട്ടായ ചെറിയ കല്ലകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അതുപോലെ ചെറിയൊരു നൂലിൽ കോർത്ത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ഉണ്ടാക്കുന്നത്? അത് ഞാനിപ്പോൾ എന്ത് ശരിക്ക് കാണുന്ന വെച്ചാൽ ആദ്യം ഒരു 4 മുത്ത് അങ്ങനെ എൻ്റെ രീതിയിലാകുമ്പോൾ 4 മുത്ത് ഇങ്ങനെ കോർക്കും. അത് ലൈനായിട്ട് ഇങ്ങനെ വരും. പിന്നെ ആദ്യം കോർത്ത മുത്തിലേക്ക് ആ വയർ ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ സ്ക്വയറായിട്ട് ഒരു രൂപം കിട്ടും. അപ്പോൾ 4 ആയില്ലേ, അതിന് ഒരു മുത്തിലിരുന്ന് പിന്നെ ഒരു 3 കോർക്കുമ്പോൾ അടുത്ത ലൈൻ കിട്ടും. അങ്ങനെ സ്ക്വയറായിട്ട് വരും. പിന്നെ താഴേക്ക് വരുമ്പോൾ ആ മുത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഈ സൈഡായിട്ട് ഇങ്ങനെ വരും. പിന്നെ വേറെ ഓരോ രൂപം വരുമ്പോൾ അങ്ങനെ കോർത്ത് പിന്നെ ഡിസൈനും ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ഗണപതി ഇതൊക്കെ ഇട്ടത് വന്നിട്ട് കളറിലാണ് ആ രൂപം കിട്ടുന്നത് ആക്ച്വലായിട്ട്. അല്ലാതെ ഇപ്പോൾ ഒരേ കളർ നമ്മളിട്ട ഒന്നും വ്യത്യാസം അറിയില്ല. അപ്പോൾ കയ്യിൽ ശംഖ്, ചക്രം, ഇതൊക്കെ പിന്നെ പൂമാലയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളർ അനുസരിച്ച് ഇടുമ്പോൾ ശരിക്ക് ലാസ്റ്റിൽ അതിൻ്റെ രൂപം കിട്ടും. എനിക്കിപ്പോൾ മോളാണ് എല്ലാറ്റിനുമായിട്ട്, അപ്പോൾ അവളാണ് ഈ മുത്തൊക്കെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഇനി എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കും. എന്നാലും
അവിടെ ഓൺലൈനിൽ വരുത്തിയിട്ട് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോളുണ്ട് മദ്രാസിൽ നിന്ന്, അവൾ കൊറിയറിൽ അയച്ചു തരും. അങ്ങനെ പിന്നെ എനിക്ക് ഒരു മോനുണ്ടായിരുന്നു, അവൻ കോവിഡ് മരിച്ചു പോയി. അപ്പോൾ പിന്നെ അതിന് ശേഷം അവിടെ കുറച്ച് ഇതായത് കൊണ്ട് അങ്ങനെ ഇപ്പോൾ മോളാണ് ഇവിടെ വരുത്തി എന്നെ നോക്കുന്നത്. എല്ലാറ്റിനും മോള് തന്നെ, മോളില്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അമ്മ പറഞ്ഞല്ലോ ഏട്ടനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കോവിഡിൻ്റെ സമയത്താണ് മരിച്ചത്. 5 വർഷമായി. അപ്പോൾ അതിലും ഇപ്പോൾ ഇതിനൊരു വലിയ പങ്കുണ്ട്. അതിൽ നിന്ന് അമ്മേൻ്റെ ആ ഒരു ട്രോമ, എൻ്റെ ആയാലും അമ്മയുടേതായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഡൈവേർഷൻ വേണമല്ലോ ജീവിതത്തിൽ. അല്ലെങ്കിൽ ഹോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല നമുക്ക്. അപ്പോൾ അതും നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, പണിയെടുത്ത് ഇപ്പോൾ ഒരുവിധം ഏകദേശം എത്രയോ കൊല്ലങ്ങളായി പണിയെടുക്കുന്നു. ഇനി അത് വേണ്ട അമ്മ, ആ വക കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഐ മീൻ അതൊരു ഡൈവേർഷനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ബേസിക്കലി ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്തെങ്കിലും ചിത്രം അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ്, അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അത് പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഉള്ളിലൊരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല പിന്നെ ആ സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ചിന്തകളും നെഗറ്റീവ് തോട്ട്സും അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഒരുപാട് അമ്മേനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു 2 years ബാക്ക് അമ്മയ്ക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു. ന്യൂമോണിയ വന്നിട്ട് ആകെ കിടപ്പിലായിരുന്നു, 6-7 മാസം കിടപ്പിലായിരുന്നു. ബട്ട് അതിൽ നിന്നും തിരിച്ചു വന്നത് അമ്മേൻ്റെ ഒരു റെസിലിയൻസ് എന്ന് തന്നെ പറയാം. അത് ഡോക്ടർ അടക്കം സമ്മതിച്ച കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ജീവിക്കുക എന്ന് നമുക്ക് തോന്നാം. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നാട്ടിലെത്തിയ MLA വി കുഞ്ഞികൃഷ്ണന് പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഊഷ്മളമായ വരവേൽപ്പ് നൽകി. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഓഫീസിൽ എത്തിയ MLA വി കുഞ്ഞികൃഷ്ണന് പ്രസിഡന്റ് തേജ്രാജ് ജി മലരുടെ നേതൃത്വത്തിൽ ഡയറക്ടർമാരും ജീവനക്കാരും ബൊക്ക നൽകി സ്വീകരിച്ചു. സർവീസ് ബാങ്കിൽ ഒരാളെ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ചിട്ടുണ്ട് ആ റൂമിന് വേണ്ടി എന്നതാണ്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്ന് രാവിലെ സ്വകാര്യമായി എന്നെ ഒരാൾ വിളിച്ചറിയിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയാൾ വ്യക്തിപരമായ ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും സംഘടനാപരമായ ആവശ്യത്തിനോ ആയിരിക്കുമല്ലോ. ഇത് MLA ഓഫീസിനാണല്ലോ ഞാൻ ചോദിച്ചത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിനല്ലല്ലോ. അവരെന്ത് നിലപാടെടുക്കും നോക്കാം എന്ന് എന്നെ വിളിച്ച് അറിയിച്ച ആളോട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ളൊരു സൗകര്യം ചെയ്തു തരണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് നടത്താനുള്ളത്. സൊസൈറ്റി ഓഫീസിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ പ്രസിഡന്റ് തേജ്രാജ് ജി മല്ലാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മണിയറ ചന്ദ്രൻ, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MK രാജൻ, വൈസ് പ്രസിഡന്റ് MP മധുസൂദനൻ, ഡയറക്ടർമാരായ KT സഹദുള്ള, ഇടവലത്ത് ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ഗംഗാധരൻ മേലെടുത്ത്, സിയാലി സൈനുദ്ദീൻ, VV രമേശൻ, M ഗണേഷ് ഷേണായി, KT ഹരീഷ് എന്നിവർ സംസാരിച്ചു. മറുപടി പ്രസംഗത്തിൽ പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭ്യമാക്കേണ്ട സഹായങ്ങൾക്ക് തന്റെ ഒരു കയ്യൊപ്പ് വി കുഞ്ഞികൃഷ്ണൻ MLA വാഗ്ദാനം ചെയ്തു. ട്രഷറർ KK സുരേഷ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണികൾ പൂർണ്ണമായും സജീവമായി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വൻ ജനത്തിരക്കാണ് ടൗണുകളിലും പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നത്. വേനലവധിക്ക് വിട നൽകി അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്താൻ കുട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ടൗണുകളിലും ഇപ്പോൾ സ്കൂൾ വിപണിയുടെ തിരക്കിലാണ്. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ, പുസ്തകങ്ങൾ, മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളിലെല്ലാം വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത്തവണയും വിപണിയിൽ വൈവിധ്യമാർന്ന കളക്ഷനുകളാണ് കുട്ടികളെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ നിറഞ്ഞ ബാഗുകളും വാട്ടർ ബോട്ടിലുകളുമാണ് പ്രൈമറി സ്കൂൾ കുട്ടികളുടെ പ്രധാന ആകർഷണം. മഴക്കാലത്താണ് സ്കൂൾ തുറക്കുന്നത് എന്നതിനാൽ കുടകളുടെയും റെയിൻകോട്ടുകളുടെയും വിപണിയും സജീവമാണ്. പുതിയ ഫാഷനിലുള്ള കുടകൾ സ്വന്തമാക്കാനുള്ള തിരക്കിലാണ് ഭൂരിഭാഗം കുട്ടികളും. വിലക്കയറ്റം ചെറിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രക്ഷിതാക്കൾ ഒട്ടും മടിക്കുന്നില്ല. ഓഫറുകളും ഡിസ്കൗണ്ടുകളുമായി വ്യാപാരികളും വിപണി സജീവമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂരിലെ പ്രദേശത്തുള്ള പല ഓഫറുകളും, ഡിസ്കൗണ്ടുകൾ, ഫ്രീകൾ, അങ്ങനെ കുറേ ഗിഫ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ സ്ഥാപനത്തിലേക്ക് എത്തുന്നതിന് പകരമായിട്ട് ഞങ്ങൾ
കോരിച്ചൊരിയുന്ന കർക്കിടക മഴയെയും വകവയ്ക്കാതെ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കുട്ടിക്കൂട്ടം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാട്ടൂലിൽ ഇനി ഫർണിച്ചറുകളുടെ വിശ്വസ്ത കേന്ദ്രം സിൻസിയർ ഫർണിച്ചർ 3ാം ഷോറൂം പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്ക് സോഫ സെറ്റ് സമ്മാനമായി നൽകി. കണ്ണൂർ ജില്ലയിലെ മാട്ടൂലിൽ ഫർണിച്ചർ രംഗത്തിന് പുതിയ ഭാവം പകരാൻ പ്രമുഖ സ്ഥാപനമായ സിൻസിയർ ഫർണിച്ചറിന്റെ 3ാമത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷത്തെ വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയും കൈമുതലാക്കി നിർമ്മാണ റീറ്റെയിൽ മേഖലയിലെ പ്രമുഖരായ സ്ഥാപനമാണ് സിൻസിയർ ഫർണിച്ചർ. മാട്ടൂൽ സ്ട്രീറ്റ് 29-ൽ ആരംഭിച്ച പുതിയ ഷോറൂമിൽ വീടിനും ഓഫീസിനും ആവശ്യമായ അത്യാധുനിക ഫർണിച്ചർ ശേഖരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സോഫ സെറ്റുകൾ, ഡൈനിങ് ടേബിളുകൾ, ബെഡ്റൂം സെറ്റുകൾ, വാർഡ്രോബുകൾ, ഓഫീസ് ഫർണിച്ചറുകൾ, കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഡിസൈനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ബി മാട്ടൂൽ ഷോറൂമിന്റെ ഉദ്ഘാടനവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ ഫസ്റ്റ് ഫ്ലോർ ഉദ്ഘാടനവും നിർവഹിച്ചു. പരിപാടിയിൽ ജനപ്രിയ ഷെഫ് ഷാൻ വിശിഷ്ടാതിഥിയായി. അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഉറപ്പുണ്ട് സിൻസിയർ ഫർണിച്ചർ ഇവിടെയുള്ള ജനങ്ങൾക്കായിട്ട് എന്താണ് വേണ്ടത് അത് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഫർണിച്ചർ, ഒരുപാട് പൈസ കൊടുക്കാതെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പല ഫർണിച്ചറുകളും ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലിക്ക് സോഫ സെറ്റ് സമ്മാനമായി നൽകി. ഫർണിച്ചർ വാങ്ങുന്നവർക്ക് EMI സൗകര്യവും പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് സിൻസിയർ ഫർണിച്ചർ MD AV സുനിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഷോറൂം ആദ്യം പഴയങ്ങാടിയിൽ ആരംഭിച്ചിരുന്നത്. അതിന് കുറച്ച് വിപുലീകരിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ മാട്ടൂലേക്ക് ഒരു പുതിയ ബിൽഡിങ്ങും അതിൻ്റെ പ്രീമിയം മോഡൽ ഇപ്പോൾ കുറച്ചും കൂടി നല്ല പ്രോഡക്റ്റ് ചെയ്ത് കുറച്ച് വെറൈറ്റി ഡിസൈനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മാട്ടൂലേക്ക് വന്നിട്ടുള്ളത്. ഇതുകൂടാതെ നമുക്ക് കണ്ണുപുരത്തും പാപ്പിനിശ്ശേരിയും ഷോറൂമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്വന്തം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷോറൂമിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമർക്ക് നമുക്ക് മിതമായ നിരക്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. ആധുനിക ജീവിതശൈലിക്ക് അനുയോജ്യമായ ഡിസൈനുകളും മികച്ച ഗുണമേന്മയും ഒരുമിച്ച് ലഭ്യമാകുന്ന സിൻസിയർ ഫർണിച്ചർ എന്നും നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി എന്ന സന്ദേശവുമായി ഉപഭോക്താക്കളെ വരവേൽക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചായയ്ക്കും കടികൾക്കും വില കുത്തനെ വർദ്ധിച്ചത് ചായപ്രേമികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഗ്യാസിന്റെ വിലവർദ്ധനവാണ് കാരണമായി പറയുന്നത്. ചായയ്ക്ക് 15 രൂപ വരെ ഈടാക്കുന്ന ഹോട്ടലുകൾ ധാരാളമായുണ്ട്. ചായയ്ക്കും ജനപ്രിയ കടികൾക്കും വില കുത്തനെ വർദ്ധിച്ചത് ചായപ്രേമികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഗ്യാസിന്റെ വിലവർദ്ധനവാണ് കാരണമായി പറയുന്നത്. ചായയ്ക്കും ജനപ്രിയ കടികൾക്കും 15 രൂപ വരെ ഈടാക്കുന്നവർ ധാരാളമുണ്ട്. ചായയ്ക്കും പലഹാരങ്ങൾക്കും തട്ടുകടകളിൽ പോലും ഇപ്പോൾ കുറഞ്ഞത് 12 രൂപ കൊടുക്കണം. ഇപ്പോൾ സൗകര്യത്തിനായി ഗ്ലാസിന്റെ വലുപ്പം കുറച്ച കച്ചവടക്കാരുമുണ്ട്. ഇതുകാരണം ചായ കൂടി കുറച്ചവരുമുണ്ട്. ചായയുടെ കൂടെ കഴിക്കുന്ന പലഹാരങ്ങളായ ഉണ്ടക്കായ, പഴംപൊരി, സുഖിയൻ തുടങ്ങിയവയുടെ വിലയും വർദ്ധിച്ചു കഴിഞ്ഞു. ഗ്യാസിന്റെ വിലക്കയറ്റമാണ് കാരണമെങ്കിലും ഗ്യാസിന്റെ വില കുറഞ്ഞാൽ വർദ്ധിപ്പിച്ച വില കുറയ്ക്കാറുമില്ല എന്നതാണ് നാളിതുവരെ കണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മെയ് 25 അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് വിമുക്ത ദിനം. കുറഞ്ഞത് ഒരു ദിവസത്തേക്കെങ്കിലും പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയ് 25 അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് വിമുക്ത ദിനം. കുറഞ്ഞത് ഒരു ദിവസത്തേക്കെങ്കിലും പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ദ ഓഷ്യൻ FTO ആണ് ഇതിന് ആഹ്വാനം ചെയ്യുന്നത്. ലോകത്തിലെ ഓരോ വ്യക്തിയും ഒരു ദിവസത്തേക്ക് ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നിർത്തിയാൽ ആ ഒറ്റ ദിവസം 7.6 ബില്യണിലധികം പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കാനാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വ്യാപകമായിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നത് സാധ്യമാണെന്ന് തെളിയിക്കുകയുമാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ശ്രീഭവനം പദ്ധതിക്ക് തുടക്കമായി. ഭവനരഹിതരായവർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം.
ഭവനരഹിതരായവർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനമൊരുക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരു മൈൽ ഉയരും കൂട് പദ്ധതിക്ക് ചീമേനിയിൽ തുടക്കമായി. പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് നിർവഹിച്ചു. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VK ശോഭന അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കായുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. ഒരു CDSലെ ശരാശരി 4500 അംഗങ്ങളിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ 4.5 ലക്ഷത്തോളം രൂപ കണ്ടെത്താനാകും. ഇതിനു പുറമെ കാരുണ്യ മനസ്സുള്ള സ്പോൺസർമാരിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളും വിവിധ തൊഴിലാളി സംഘടനകളുടെ സഹകരണത്തോടെ സൗജന്യ അധ്വാനവും ലഭ്യമാക്കിയാണ് വീടുകൾ പൂർത്തിയാക്കുക. സിവിൽ എഞ്ചിനീയർമാരുടെ സന്നദ്ധ സേവനം ഉറപ്പാക്കി ആകർഷകമായ പ്ലാനും ഡിസൈനും സൗജന്യമായി തയ്യാറാക്കി നൽകുന്നതിലൂടെ നിർമ്മാണ ചെലവ് വലിയ തോതിൽ കുറയ്ക്കാനും സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്. വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, തുണയില്ലാത്ത മുതിർന്ന പൗരന്മാർ, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള ഭവനരഹിതർ തുടങ്ങിയവർക്കാണ് പദ്ധതിയിൽ മുൻഗണന. ചടങ്ങിൽ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM കിഷോർ കുമാർ, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV ജനാർദ്ദനൻ, KP രജനി, TK ദിവാകരൻ, AV ലളിത, PV ഷീബ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം രജത ജൂബിലി ആഘോഷം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. ക്രിയേറ്റീവ് നടത്തിയ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും രജത ജൂബിലി സമ്മേളനത്തിൽ വെച്ച് നടന്നു. ഇലസ്ട്രേറ്റഡ് വീക്കിലിയുടെ ഫോട്ടോഗ്രാഫറും കണ്ണൂരിലെ ആദ്യ ഫോട്ടോ കളർ ലാബിന്റെ സ്ഥാപകനുമായിരുന്ന പരേതനായ രാഘവന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ആരംഭിച്ച ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം പ്രശസ്ത ഫോട്ടോഗ്രാഫർമാർ മെമ്പർമാരായുള്ള സജീവ സംഘടനയാണ്. രജത ജൂബിലിയുടെ ഉദ്ഘാടനവും സുവനീർ പ്രകാശനവും കേരള ലളിതകല അക്കാദമി മുൻ സെക്രട്ടറി ABN ജോസഫ് നിർവഹിച്ചു. എഴുതണമെന്നില്ല. മനുഷ്യൻ്റെ വാർദ്ധക്യത്തിലെ ഒരു നിശ്വാസത്തിന് ചരിത്രമെന്ന് പറയാം. ഒരു നെടുവീർപ്പിന് ചരിത്രത്തിൻ്റെ മുഴക്കമെന്ന് പറയാം. എഴുതപ്പെടാത്തത് കൊണ്ടും ചരിത്രം ഇല്ലാതാവുന്നില്ല എന്ന മലയാളം. ഇവിടെ ഡോക്ടർ ഖലീൽ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു. സെൽവം മേലൂരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നുണ്ട്. സെൽവൻ ഒരു ക്യാമറ വാങ്ങുമ്പോൾ തിരുവനന്തപുരത്താണ്, വളരെ അടുത്ത കാലത്ത്. എൻ്റെ ഫോണിൻ്റെ മറുപക്ഷത്തുണ്ടായിരുന്നത് സക്കറിയ പൊൻകുന്നമാണ്. സക്കറിയ അറിയാവുന്നവരുടെ ഉണ്ടാവുമല്ലോ. ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര അവാർഡ് വിതരണം നിർവഹിച്ചു. യൂണിറ്റി ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ സഹകരണത്തോടെ ക്രിയേറ്റീവ് നടത്തിയ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും രജത ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. ക്രിയേറ്റീവ് മെമ്പറായ നിശാന്ത് പാലയാട് മൊബൈൽ റീൽസ് നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഉള്ളടക്ക സൃഷ്ടിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. എല്ലാ വർഷവും നടത്തിവരാറുള്ള ക്രിയേറ്റീവ് ഫോട്ടോ പ്രദർശനം പയ്യന്നൂർ ലളിതകല അക്കാദമി ഹാളിൽ ജൂൺ 7, 8, 9, 10 തീയതികളിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചിരപുരാതനമായ കൊടക്കാട് ശ്രീ പണേക്കാട്ട് ഭഗവതി സ്ഥാനത്ത് നവീകരണ കലശ മഹോത്സവം മെയ് 26 മുതൽ 31 വരെ നടക്കും. ക്ഷേത്ര കലവറയും പ്രാസാദവും ചുറ്റുമതിലും ഉൾപ്പെടെ നവീകരണം പൂർത്തീകരിച്ച ശേഷം സമ്പൂർണ്ണ നവീകരണ ബ്രഹ്മകലശ മഹോത്സവമാണ് 5 പതിറ്റാണ്ടിനു ശേഷം നടക്കുന്നത്. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് കൊടക്കാട് ശ്രീ പണയക്കാട്ട് ഭഗവതി സ്ഥാനത്ത് ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 26 രാവിലെ 8 മണിക്ക് കൊടക്കാട് പാലക്കീഴിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും മുറക്കാട്ട് നമ്പിവീട് ശൂലാപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കളത്തേര ഭണ്ഡാര പരിസരത്തു നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര ആരംഭിക്കും. വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്ത് നാരായണൻ തന്ത്രികൾക്ക് ആചാര്യ സ്വീകരണം നൽകും. തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങൾ നടക്കും.
രാത്രി 9 മണിക്ക് പ്രദേശത്തെ ക്ഷേത്രങ്ങളുടെ സാംസ്കാരിക കൂട്ടായ്മകളും ക്ലബ്ബുകളും ചേർന്ന് നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 27 രാവിലെ താന്ത്രിക കർമ്മങ്ങൾ നടക്കും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് IPS വിശിഷ്ടാതിഥിയായിരിക്കും. സാഹിത്യകാരൻ PV ഷാജികുമാർ സാംസ്കാരിക പ്രഭാഷണം നടത്തും. രാത്രി നാടകം അരങ്ങിലെത്തും. 28 രാവിലെ 10 മണിക്ക് നടക്കുന്ന ആചാര്യ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ആചാരവഴിയിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട PT നാരായണൻ കോമരത്തിനുള്ള ആദരവ് നടക്കും. വൈകുന്നേരം കോൽക്കളിയും കഥകളിയും നടക്കും. മെയ് 29 ഉച്ചയ്ക്ക് അന്നദാനം. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന സംഗമം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് വാസ്തുരത്ന കുലപതി ഡോക്ടർ സോമരാജ് രാഘവാചാര്യയുടെ തബൽ സോളോ സംഗീതം അരങ്ങേറും. വൈകുന്നേരം 6 മണിക്ക് പയ്യന്നൂർ പാവനി ഭജൻസിന്റെ രാഗമാലികയും രാത്രി വിവിധ തിരുവാതിര സംഘങ്ങളുടെ തിരുവാതിരക്കളിയും നടക്കും. മെയ് 30 രാവിലെ 10 മണിക്ക് നടക്കുന്ന പൂരക്കളി സെമിനാർ പോത്താംകണ്ടം ആനന്ദഭവനത്തിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ പ്രബന്ധാവതരണവും നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 പ്രമുഖ സംസ്കൃത പണ്ഡിതനും മറത്തുകളി അധ്യക്ഷവേദികളിലെ നിറസാന്നിധ്യവുമായ ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാരുമായി പൂരക്കളി മറത്തുകളി പണിക്കർമാർ സംവാദം നടത്തും. തുടർന്ന് വിവിധ സമുദായങ്ങളുടെ പൂരക്കളി സംഘങ്ങളുടെ നേതൃത്വത്തിൽ പൂരക്കളി അവതരണം നടക്കും. മെയ് 31 രാവിലെ 5 മണി മുതൽ വിവിധ താന്ത്രിക കർമ്മങ്ങൾ നടക്കും. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കലശാഭിഷേക കർമ്മം നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം. വൈകുന്നേരം കരിവള്ളൂർ രത്നകുമാർ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കും. രാത്രി 7:30 പ്രദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ KM ദാമോദരൻ, PV ശശിധരൻ, K വിനോദ് കുമാർ, KV രവീന്ദ്രൻ, K പ്രഭാകരൻ, PT മോഹനൻ പണിക്കർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ കോഴി വളർത്തൽ ശീലമാവുകയാണ്. അഴിച്ചുവിട്ടും അടച്ചിട്ടും വളർത്തുന്ന മുട്ടക്കോഴികൾ ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. ഒരു കാലത്ത് കോഴികളില്ലാത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല എന്നു തന്നെ പറയാം. പിന്നീട് ആ ഒരു പതിവ് രീതി നമ്മളിൽ നിന്ന് പതിയെ അകന്നു പോവുകയായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കോഴി വളർത്തൽ നമ്മുടെ നാട്ടിൽ വ്യാപകമാവുകയാണ്. പഴയ നാടൻ കോഴികളൊക്കെ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. ആ സ്ഥാനത്ത് പുതിയ ഇനം കോഴികളാണുള്ളത്. BV 380 എത്തിയതോടെയാണ് മുട്ട ഉൽപാദനത്തിൽ കുതിച്ചുചാട്ടമുണ്ടായത്. നിരവധി കോഴിയിനങ്ങൾ ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കുവാനുണ്ട്. അഴിച്ചുവിട്ടും കൂട്ടിലടച്ചും നിരവധി പേരാണ് ഇപ്പോൾ കോഴി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ സ്വന്തം ആവശ്യത്തിനും വിൽക്കുവാനുമുള്ളവരുമുണ്ട്. കൂടുതൽ പേരും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് വളർത്തുന്നത്. അപൂർവമിടങ്ങളിൽ മുട്ട വിരിയിച്ചും കോഴികളെ വളർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അന്നൂർ UP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ക്ലാസ് പയ്യന്നൂർ AEO ഡോക്ടർ KKP സംഗീത ഉദ്ഘാടനം ചെയ്തു. അന്നൂർ UP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ക്ലാസ് പയ്യന്നൂർ AEO ഡോക്ടർ KKP സംഗീത ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഉള്ളില് ഓർമ്മകളുടെ ഒരു വലിയ പെയ്ത്ത് തന്നെ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് ഈ തൊട്ട് താഴെയുള്ളത് എൻ്റെ 7ാം ക്ലാസ്സാണ്. എൻ്റെ ചന്ദ്രമാഷ് ക്ലാസ് മാഷായിട്ടുള്ള 7ാം ക്ലാസ്. PTA പ്രസിഡന്റ് AK ബിനേഷ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മഹേഷ് സാരംഗ് ക്ലാസ് നയിച്ചു. പ്രഥമാധ്യാപിക PU ബിന്ദു, VM ഉമ, P നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിലെ അധ്യാപകർക്കായി സമഗ്രം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ വർക്ക്ഷോപ്പും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വഴിയോരങ്ങളിലും പറമ്പുകളിലും മനോഹരമായ പുഷ്പത്തോടുകൂടി വിരിഞ്ഞു നിൽക്കുന്ന പല ചെടികളുമുണ്ട്. പലപ്പോഴും മൃഗങ്ങൾക്ക് ഇത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു വിഷച്ചെടിയാണ് അരിപ്പൂച്ചെടി. മനോഹരങ്ങളായ, ആരെയും ആകർഷിക്കുന്ന തരത്തിൽ വിവിധ നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അരിപ്പൂച്ചെടി. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ പോലും ഇത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മേയുന്ന കന്നുകാലികൾ ഈ ചെടി ഒഴിവാക്കാറുണ്ടെങ്കിലും വെട്ടിക്കൊണ്ടുവന്നിട്ട് കൊടുത്താൽ അവ കഴിച്ചെന്നും വരും. കൊടിയ വിഷമുള്ള ഒന്നാണ് ഈ ചെടി. ഇത് ഉള്ളിൽ ചെന്നാൽ പ്രധാനമായും കരളിനെയാണ് ബാധിക്കുക. പിന്നീട് മഞ്ഞപ്പിത്തം, വിശപ്പില്ലായ്മ, ക്ഷീണം തുടങ്ങിയവ ഉണ്ടാകും. ചുവന്ന പൂക്കളുള്ള ഇനങ്ങളാണ് ഏറ്റവും അപകടകാരി.
പിങ്ക്, മഞ്ഞ, വെളുപ്പ് നിറമുള്ളവയും വിഷമാണ്. അരിപ്പൂച്ചെടിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ലെന്താഡിനാണ്. കന്നുകാലികൾക്കു മാത്രമല്ല, മുയലുകൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾക്കും ഈ ചെടി ദോഷകരമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുവത്തൂർ കാടങ്കോട് ജയ്ഹിന്ദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു മാസമായി നടന്നുവന്ന അവധിക്കാല ബാസ്കറ്റ്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. നെല്ലിക്കാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ബാസ്കറ്റ്ബോളിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ കാടങ്കോട് ഗ്രാമത്തിലെ 4 മുതൽ 17 വയസ്സുവരെയുള്ള 60-ൽ പരം കുട്ടികളാണ് ജയ്ഹിന്ദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബാസ്കറ്റ്ബോളിൽ ശാസ്ത്രീയ പരിശീലനം നേടിയത്. നെല്ലിക്കാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ ഒരു പരിപാടിക്ക് ആദ്യത്തെ ദിവസം തന്നെ വരാൻ അവസരം കിട്ടിയതിന് വലിയ അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ക്ലബ് വൈസ് പ്രസിഡന്റ് അനീഷ് കൊക്കോട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരെയും ദേശീയ ഗെയിംസിലെ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ കേരള ടീം അംഗത്തെയും ഉൾപ്പെടെ ചടങ്ങിൽ അനുമോദിച്ചു. ബാസ്കറ്റ്ബോൾ ടീമിന് കിറ്റും ജേഴ്സി വിതരണവും നിർവഹിച്ചു. പരിശീലകരായ ബാബുരാജ് മുട്ടത്ത്, TK വിനോദ്, M നിതീഷ് എന്നിവരെയും കേരള പൂരക്കളി അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് മൂത്തൽ കണ്ണനെയും MLA ആദരിച്ചു. ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാകേഷ് മുട്ടത്ത്, സ്പോർട്സ് സെക്രട്ടറി സുധീർ മൂത്തൽ, ഗ്രാമപഞ്ചായത്ത് അംഗം കരുണാകരൻ മുട്ടത്ത്, ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, DM സുകുമാരൻ, V നാരായണൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.